തുടങ്ങിയ നമ്പർ 141, 117, 134, 147. ഈ വണ്ടികൾ ട്രാക്ക് റെഡിയാക്കിയിരിക്കാം. ഡ്രൈവർമാരുടെ ശ്രദ്ധയ്ക്ക് 141, 117, 134, 147, 161 ഈ നമ്പറുകൾ ഒന്നിൽ അതിനെ പേര് നിർത്താം. ഞാൻ പറഞ്ഞില്ലേ രാവിലെ കൈയടക്കി അപ്പോൾ അവർക്ക് ഒരു ആവേശം ഉണ്ടാവുമല്ലോ. ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിക്കും, കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയും അവർ കയറി പൊക്കോളും. ഹലോ, കായംകുളക്കാരിൽ നിന്ന് മാറ്റേണ്ട വാഹനങ്ങൾ KL7B 109, KL 55, L 4427, KL10BH 5567. ഇത്തരം വാഹനങ്ങൾ അവിടുത്തെ കാവപ്പാറയിൽ ബ്ലോക്കായി കിടക്കുകയാണ്. ആ വാഹനങ്ങൾ മാറ്റിയെങ്കിൽ മാത്രമേ മറ്റു വാഹനങ്ങൾക്ക് കടന്നു പോകാൻ കഴിയുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഈ വാഹനത്തിന്റെ ആളുകൾ ഉടമസ്ഥർ എത്രയും പെട്ടെന്ന് ആ വാഹനം മാറ്റാനുള്ള നടപടി സ്വീകരിക്കേണ്ടതാണ്. KL7BP 109, 125 നമ്പർ ജിപ്സിയാണ്. അടുത്തതായി നമ്മൾ കളിക്കളത്തിലേക്ക് മാരുതിയുടെ പഴയകാല ഓഫ് റോഡ് കിങ്ങായ മാരുതി ജിപ്സി. ഇഷ്ടപ്പെടുന്നവരുണ്ടോ? മാരുതി ജിപ്സി ഇഷ്ടപ്പെടുന്നവരുണ്ടോ? എല്ലാവരും ഇഷ്ടപ്പെടുന്നവരാണല്ലേ? അപ്പൊ ഇനി മാരുതി ജിപ്സിയുടെ ഒരു കളിയാണ്. ഹലോ, KL7B 109, KL 85, L 4427, KL10BH 5567. ഈ 3 വാഹനങ്ങൾ എത്രയും പെട്ടെന്ന് മാറ്റണം. കാവങ്ങപ്പാറ അങ്ങനെ മൊത്തം ബ്ലോക്കായി കിടക്കുകയാണ്. ഈ വാഹനങ്ങൾ നിർബന്ധമായി മാറ്റണം. ഇവിടെ അടുത്ത പ്രദേശത്ത് ഒരു മരണം നടന്നിട്ടുണ്ട്. ആ മരണ വീട്ടിലേക്ക് ആളുകൾക്ക് പോകാൻ കഴിയുന്നില്ല. അപ്പൊ ഈ വാഹനങ്ങളാണ് അതിന് തടസ്സം നിൽക്കുന്നത്. അപ്പൊ ഈ വാഹനങ്ങൾ നിർബന്ധമായി ആളുകൾ പോയി മാറ്റേണ്ടതാണ്. ടയർ പോയി, ടയറില്ല, എഞ്ചിനുണ്ട്. പക്ഷെ ആ പവർ ആ ടയറിനൊക്കെ കൊടുക്കാൻ പറ്റില്ല. ടയറിനുണ്ട് കമ്പല്ലേ ഇപ്പൊ ഞാൻ ഇറക്കി സുഖം. ആ സ്ത്രീകൾക്ക് പോകാനും വരാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക. സുഹൃത്തുക്കളെ, നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോയി നമുക്ക് പ്രോഗ്രാം ഇതുപോലത്തെ കാണാം. സ്ത്രീകൾക്ക് നമ്മുടെ നാട്ടിൽ നടക്കുമ്പോഴല്ല അവർക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പൊ അവർക്ക് സൗകര്യം 117, 134 റെഡി നിൽക്കേണ്ടതാണ്. ഓല് പിന്മാറിയോ ഇങ്ങോട്ട് ഓടിക്കുന്നു. ഇനി ഒരാൾ അടക്കം നല്ല പോവുക. ക്ലാസിക് വാഹനത്തിരിക്കുന്നതിന്റെ എല്ലാ വോളണ്ടിയേഴ്സും റോഡിലിറങ്ങി റോഡിലിറങ്ങാൻ കാവങ്ങപ്പാറയിൽ ബ്ലോക്ക് ചെയ്ത വാഹനങ്ങൾ എത്രയും പെട്ടെന്ന് മാറ്റേണ്ടതാണ്. ഇവിടുന്ന് ഈ വണ്ടി കയറുന്നുണ്ടല്ലോ, ഇവിടുന്ന് സൈഡിൽ എല്ലാവരും മരണം തെറിപ്പിച്ച് വരികയൊക്കെ ചെയ്യട്ടോ. മറ്റേ കയറണമായൊക്കെ കയറിക്കോളൂ തിരിഞ്ഞു പറഞ്ഞു. KL7BP 0109 എന്ന വണ്ടി റോഡിൽ സൈഡിൽ പാർക്ക് ചെയ്തിട്ടുണ്ട്. മറ്റുള്ള വാഹനങ്ങൾക്ക് വരാൻ കുറച്ച രീതിയിലുള്ള പാർക്കിംഗ് ആണ് ചെയ്തത്. അതുകൊണ്ട് ചിലപ്പോൾ ബലം പ്രയോഗിച്ച് മാറ്റേണ്ടി വരും. അപ്പൊ എന്തെങ്കിലും നാശനഷ്ടം സംഭവിച്ചാൽ കമ്മറ്റി ഉത്തരവാദിത്തമില്ല. നിങ്ങൾ പാർക്ക് ചെയ്തപ്പോഴേ നമ്മളോട് പറയുന്നുണ്ട്, വൺ സൈഡ് എല്ലാ ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ 1 കിലോമീറ്റർ അല്ലെങ്കിൽ